ഇപ്പോൾ നമുക്കിന്നൊരു ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് ഒന്ന് സിമുലേറ്റ് ചെയ്ത് നോക്കാം. ഒരുപാട് പേർക്ക് താല്പര്യമുള്ള കാര്യമായിരിക്കും ഇത്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ IC പൈസ കൊടുത്ത് വാങ്ങിക്കുകയോ അർഡിനോ ബോർഡ് വാങ്ങിക്കുകയോ LED വാങ്ങിക്കുകയോ ഒന്നും വേണ്ട. നമുക്കിത് ഓൺലൈനായിട്ട് തന്നെ സിമുലേറ്റ് ചെയ്ത് നമുക്ക് വർക്കാവുന്നത് നോക്കാം. അതിൽ പിന്നെയും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കമ്പോണൻസ് വാങ്ങിച്ചതിന് ശേഷം അത് ഈ സിമുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. നമുക്കെന്നാൽ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഓട്ടോഡെസ്ക് കമ്പനിയുടെ ടിങ്കർകാഡ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. TINKERCAD ടിങ്കർകാഡ്. ഇത് ഓട്ടോഡെസ്കിന്റെ പല സോഫ്റ്റ്വെയറും നമുക്കറിയാം ലക്ഷങ്ങളെ വിലയുള്ളതാണ്. ഓട്ടോകാഡ് ഇലക്ട്രിക്കൽ, ഓട്ടോകാഡ് മെക്കാനിക്കൽ, ഓട്ടോകാഡ് മാപ്പ്, അങ്ങനെ തുടങ്ങിയ കുറേ ഉണ്ട്. എന്തായാലും ഈ സോഫ്റ്റ്വെയർ അവർ ഫ്രീ ആയിട്ടാണ്, സോഫ്റ്റ്വെയർ അല്ല, ഈ വെബ്സൈറ്റ് ഫ്രീ ആയിട്ടാണ് അവർ കൊടുക്കുന്നത്. നമുക്കപ്പോൾ ഫസ്റ്റ് ടിങ്കർകാഡ് ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് സൈൻ ഇൻ ഓപ്ഷൻ ഉണ്ട്. അവിടെ സൈൻ ഇൻ ചെയ്യുക. പിന്നെ നമ്മളൊരു ക്രിയേറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ നിൽക്കുക. അവിടെ സർക്യൂട്ട്സ് മാത്രമല്ല 3D ഡിസൈൻ ഉണ്ട്, സർക്യൂട്ട് ഉണ്ട്, കോഡ് ബ്ലോക്സ് ഉണ്ട്. ഇവിടെ നമ്മൾ സർക്യൂട്ടാണ് എടുക്കുന്നത്. ഇത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 7 സെഗ്മെന്റ് ഡിസ്പ്ലേ എന്ന് കേട്ടിട്ടുണ്ട്. അതായത് 7 സെപ്പറേറ്റ് സെഗ്മെന്റ് ആയി തിരിച്ച ഒരൊറ്റ LED. അതായത് നമ്മുടെ ഡിജിറ്റൽ വാച്ചിലൊക്കെ കാണുന്ന പോലെ 1 2 3 4 5 6 7 8 9 0 to 9 വരെ അതിന് ആ ഒറ്റ ഡിസ്പ്ലേയിൽ നമ്പർ കാണിക്കാൻ പറ്റും. അതാണ് 7 സെഗ്മെന്റ് ഡിസ്പ്ലേ. അതിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ കമ്പോണൻസിൽ പോയിട്ട് പോൾ എടുക്കുക, എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അവിടെ നമുക്ക് 7 സെഗ്മെന്റ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക, ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, റിലീസ് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വരും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ IC ആണ്. ഈ 7 സെഗ്മെന്റ് ഡിസ്പ്ലേനെ വർക്ക് ചെയ്യിക്കണമെങ്കിൽ നമുക്കൊരു IC വേണം. ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന IC CD4511 എന്ന് പറഞ്ഞ IC ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബൈനറി കോഡഡ് ഡെസിമൽ ആയിട്ടുള്ള 4 ഇൻപുട്ടുകൾ ഉപയോഗിച്ച് അതിനെ കൺവേർട്ട് ചെയ്ത് നമ്മുടെ ഡിസ്പ്ലേനെ റൺ ചെയ്യിക്കാൻ പറ്റും. അപ്പം നമുക്ക് നമ്മുടെ ICയിലേക്ക് പോവാം. ഇതെല്ലാം ICകളും ഓപ്പാമ്പുകളും പലതരം ഐറ്റംസുകളാണ്. നമ്മുടെ 7 സെഗ്മെന്റ് ഡിസ്പ്ലേ IC നമുക്ക് ഇവിടെ കാണാം. അതിനെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ IC ആയി. ഇനി നമുക്കൊരു പവർ സോഴ്സ് വേണം. അതിന് ഞാനൊരു 9 വോൾട്ടിന്റെ ബാറ്ററി എടുക്കുകയാണ്. നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റിയൽ ലൈഫിൽ കാണണമെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി ഈ കമ്പോണൻസുകൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോരം പ്രോജക്റ്റുകൾ വേണമെങ്കിലും ഇവിടെ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. പലതരം പ്രോജക്റ്റുകൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കാം ചെലവില്ലാതെ. എല്ലാം ഫ്രീ ആണ്. ഈ ആപ്ലിക്കേഷൻ ഫ്രീ ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ICക്ക് സപ്ലൈ കൊടുക്കാം. അതിന് ഞാൻ ഒരു ഈ കേബിളിന്റെ നിറം റെഡ് ആക്കിയാണ്. എന്നിട്ട് ഇവിടുന്ന് ഈ പോസിറ്റീവ് ഉണ്ടില്ലേ, അവിടുന്ന് ഒരു റെഡ് വയർ വലിക്കുക. ഈ കണക്ഷൻസ് എങ്ങനെ ചെയ്യണമെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ CD4511 എന്ന് പറഞ്ഞ് IC സെർച്ച് ചെയ്ത് അതിന്റെ ഡാറ്റാ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കറിയാം ഈ കണക്ഷൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിന്റെ ഒരു രൂപമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1 2 അങ്ങനെ 8, പിന്നെ 9 10 16 വരെ ഉള്ള പിന്നുള്ള ഇതാണ്. അതിൽ 16ാമത്തെ പിന്നിലാണ് വോൾട്ടേജ് കൊടുക്കേണ്ടത്. ഞാൻ 16ാമത്തെ പിന്നിൽ വോൾട്ടേജ് കൊടുത്തു. ഈ വെള്ള ഡോട്ട് കണ്ടോ, ആ ഡോട്ടാണ് ഈ കാണുന്ന കറുത്ത ഡോട്ട്.
അപ്പോൾ അത് വെച്ച് IC ഐഡന്റിഫൈ ചെയ്യണം അതിന്റെ പിന്നെ 1 2 3 4 ഏതൊക്കെയാണ്. അപ്പൊ ഇതിൽ നമുക്ക് കാണാം ഫസ്റ്റ് 16ാമത്തേന് നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നു. പിന്നെ FGABCDE ഈ കാണുന്ന എല്ലാ പിന്നുകളും നമ്മുടെ 7 സെഗ്മെന്റ് ഡിസ്പ്ലേയിലേക്ക് പോകുന്ന ഔട്ട്പുട്ട് വയറുകളാണ്. ഓക്കെ, നമ്മുടെ 7 സെഗ്മെന്റ് ഡിസ്പ്ലേക്കും ഇതേപോലെ ABCDEFGH എന്ന് പറഞ്ഞുകൊണ്ട് 9 പിന്നുകളുണ്ട്. അപ്പൊ നേരെ ഒന്നും നമുക്ക് കൺഫ്യൂഷൻ്റെ കാര്യമില്ല. A എടുത്ത് Aയിലേക്ക് കൊടുക്കുക, B എടുത്ത് Bയിലേക്ക് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഈ സൈഡ് വരുമ്പോൾ 8ലാണ് നമ്മൾ ഗ്രൗണ്ട് കൊടുക്കേണ്ടത്. പിന്നെ ബ്ലാങ്ക് ഉണ്ട്, ലാച്ച് ഉണ്ട്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്, അത് പറയാം. അപ്പം അതേപോലെ അതെങ്ങനെ ഇത് ICയുടെ ഒരു ഡയഗ്രാം മാത്രമാണ്. ഇത് എങ്ങനെ തമ്മിൽ ഡിസ്പ്ലേ, ഇതാണ് നമ്മുടെ 7 സെഗ്മെന്റ് ഡിസ്പ്ലേ. ഇതിലേക്ക് എങ്ങനെ കണക്ഷൻ കൊടുക്കണമെന്നുള്ള കാര്യമാണ് കാണിച്ചിരിക്കുന്നത്. ഇത് പ്രകാരം 9 വോൾട്ട് കൊണ്ടുവന്നു 8ാമത്തെ പിന്നിൽ ഗ്രൗണ്ട് കൊണ്ടുവന്ന് 8ാമത്തെ പിന്നിൽ കൊടുക്കുന്നു. ഗ്രൗണ്ട് കൊണ്ടുവന്ന് ലാച്ചിൽ കൊടുക്കുന്നു. വോൾട്ടേജ് 9 വോൾട്ട് വോൾട്ടേജ് കൊണ്ടുവന്ന് 3ലും 4ലും 16ലും കൊടുക്കുന്നു. പിന്നെ ഈ കാണുന്ന പിന്നുകൾ A0 A1 A2 A3 ഇതാണ് നമ്മുടെ BCD ഇൻപുട്ട് കൊടുക്കുന്നത്. അതിനു വേണ്ടിയാണ് ഈ IC ഉപയോഗിക്കുന്നത്. നമുക്കിനി സർക്യൂട്ടിലേക്ക് ചെല്ലാം. ഇവിടെ നമ്മൾ 9 വോൾട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ പറയുന്ന ഡിസ്പ്ലേ 7 സെഗ്മെന്റ് ഡിസ്പ്ലേ ഈ 9 വോൾട്ട് താങ്ങത്തില്ല, അത് കത്തിപ്പോവും. അത് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അത് കത്തി പോകുന്നത്. സോ ഞാനത് ഇവിടെ അവോയ്ഡ് ചെയ്യുകയാണ്. നിങ്ങൾക്കത് സ്വന്തമായി ചെയ്യുമ്പോൾ റെസിസ്റ്റർ ഇല്ലാതെ ചെയ്യാം. ഞാനിവിടെ റെസിസ്റ്റർ വെച്ച് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് പിന്നീട് റെസിസ്റ്റർ ഇല്ലാതെ വെച്ചാൽ എന്ത് പറ്റുമെന്ന് കൂടെ കാണിച്ചു തരാം. റെസിസ്റ്റർ വന്നു, ഒരെണ്ണം എടുത്തു, ലാസ്റ്റിലത്തെ പിന്നിലല്ല ഇവിടുത്തെ പിന്നിലൊരെണ്ണം, പിന്നെ ഇവിടുത്തെ പിന്നിലൊരെണ്ണം, പിന്നെ ഇവിടുത്തെ പിന്നിലൊരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഈ നടുക്കത്തെ ഈ പിന്നും ഗ്രൗണ്ട് ചെയ്യണം. അതേപോലെ ഈ പിന്നും ഗ്രൗണ്ട് ചെയ്യണം. അതായത് അവിടെ നമ്മൾ സിഗ്നൽ അല്ല കൊടുക്കുന്നത്, ഗ്രൗണ്ട് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് റെസിസ്റ്റർ വെക്കുന്നില്ല. ഓക്കെ, റെസിസ്റ്ററുകൾ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് ICന്ന് ഔട്ട്പുട്ട് പോകുന്ന സിഗ്നലുകൾക്ക് നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം. അതുകൊണ്ട് ഈ ലൈനിന് ഞാൻ ഗ്രീൻ കളറാക്കാറുണ്ട്. എന്നിട്ട് ഇതാണ് നമ്മുടെ F. ഇനി നമ്മുടെ 7 സെഗ്മെന്റ് ഡിസ്പ്ലേയിൽ ഏതാ F എന്ന് നോക്കണം. സോറി ഗായ്സ്, ഇതില് ഈ റെസിസ്റ്റർ കണക്ട് ചെയ്തതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇതും കൂടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഏതാ നമ്മുടെ ലെറ്റേഴ്സ് ഏതാന്ന് കണ്ടുപിടിക്കാം. F, ഇത് G ആണ്, ഇതാണ് F. അപ്പോൾ റെസിസ്റ്റർ എടുത്ത് ആ Fൽ വെച്ചു. ഇവിടുന്ന് ഗ്രീൻ ലൈൻ ഞാൻ എടുത്തു. ഗ്രീൻ കണക്ട് ചെയ്യുന്നു, ഇവിടെ കൊടുത്തു. ഇനി അടുത്തത് G ആണ്, ഇതാണ് G. അപ്പൊ അടുത്ത റെസിസ്റ്റർ എടുക്കുന്നു, വെച്ചു കൊടുത്തു, G വെച്ചു, കണക്ട് ചെയ്ത് കൊടുത്തു. ഇനി അടുത്ത കോമൺ ആണ് A. ഇവിടെ ഇതാണ് A. സോ Aയിൽ കണക്ട് ചെയ്തു. A കണക്ട് ചെയ്തു. ഇനി ഇത് B, ഇതാണ് നമ്മുടെ B. സോ അതിനെ ഇവിടെ കണക്ട് ചെയ്യുന്നു, ബിനെ ഇവിടെ കണക്ട് ചെയ്യുന്നു. ഇത് നമുക്ക് കുറച്ചും കൂടെ നീറ്റായിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അത്രയായി. ഇനി C ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്. അപ്പൊ ഇതേതാണ് E. ഇതിലേതാ E? ഇതാണ് E. ഓക്കെ, പച്ചൊക്കെ ഇവിടെ എടുത്തു. സിഗ്നൽ പുറത്ത് പോകുന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടി പച്ച കളർ കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഇത് D ആണ്, ഇതും D ആണ്. അപ്പൊ ഇങ്ങനെ വയറിങ് എടുത്തു,
ഇതിലേക്ക് കണക്ട് ചെയ്തു. നിങ്ങൾക്ക് ഈ വയറിൽ അഡീഷണൽ പോയിന്റ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി ഡബിൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിലേക്ക് മാറ്റാം. ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇത് നമ്മുടെ സി, ഇതാ നമ്മുടെ സി. അതിനെ കണക്ട് ചെയ്ത് കൊടുത്തു. സി ഇവിടെ ഷേപ്പ് വൃത്തിയില്ലായ്മയുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു ഡബിൾ ക്ലിക്ക് ഞെക്കി ഇത് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ റെസിസ്റ്റർ കൊടുക്കാൻ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന 9 വോൾട്ട് ആയതുകൊണ്ടാണ്. ഈ 9 വോൾട്ട് ഈ IC താങ്ങും, പക്ഷേ ഈ ഡിസ്പ്ലേ താങ്ങത്തില്ല. അതുകൊണ്ടാണ് എല്ലായിടത്തും റെസിസ്റ്റർ വെച്ചു കൊടുത്തത്. ഇനി നമ്മൾ പറഞ്ഞ പോലെ ബാക്കി കണക്ഷനിലേക്ക് പോകില്ല. അപ്പോൾ ഡയഗ്രാം വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഗ്രൗണ്ട് കൊണ്ട് 8 കൊടുത്തു, പിന്നെ 5 കൊടുത്തു. 8 ഇത് 5 ഇത്. ഓക്കെ, 8 5 കൊടുക്കാൻ പോവാം. അത് ഗ്രൗണ്ട് കേബിൾ ആയതുകൊണ്ട് ഞാൻ ബ്ലാക്ക് കളർ ആക്കി സ്ട്രെയിറ്റ് ലൈൻ വലിച്ചു കൊടുത്തു. വീണ്ടും അടുത്ത 1 2 3 ബ്ലാങ്ക് എനേബിൾ ലാച്ച്. ഓക്കെ, അവിടുന്ന് അടുത്ത കേബിൾ വലിക്കുന്നു, ഗ്രൗണ്ടിൽ കൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താ കാര്യമുണ്ട്. 7 1 2 6 ഇതാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ. 3 4 നമ്മൾ ഹൈ വോൾട്ടേജിലേക്ക് കൊടുക്കണം. കാരണം ലാമ്പ് ടെസ്റ്റിനും ബ്ലാങ്കിങ്ങിനും വേണ്ടിയുള്ളതാണ് 3 4. ഇത് 3 ഇത് 4. 3ൽ നിന്ന് ഞാൻ ഒരു വോൾട്ടേജുമായിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് ചുവന്ന കേബിൾ വലിക്കുന്നു. ഈ വയർ തമ്മിൽ കണക്ട് ആവുന്നില്ല. നമ്മൾ അത് കണക്ട് ആക്കാനല്ല അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്ത്, വൃത്തിക്ക് വേണ്ടിയാണ്. ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ആക്ച്വലി കണക്ഷൻ ഓക്കെ ആവുന്നത്. ഇനി 4നും അത് തന്നെ അവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ അത് പോസിറ്റീവ് ആവുന്നുള്ളൂ. ഇനി നമുക്ക് കാണാം 2 2 4 മൊത്തം 4 പിന്നെ അവശേഷിക്കുന്നു. അതാണ് നമ്മുടെ ഇൻപുട്ട്. നമ്മൾ കൊടുക്കുന്ന ബൈനറി കോഡഡ് ഡെസിമൽ 4 ഡിജിറ്റ്സ് ഉണ്ട്. ആ കൊടുക്കുന്ന വാല്യൂവിനെയാണ് പിന്നെ ഡിസ്പ്ലേ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, 7 സെഗ്മെന്റ് ഡിസ്പ്ലേ. നമുക്ക് ഈ 4 ഇൻപുട്ടുകളെ നമുക്ക് ഒന്നെങ്കിൽ ഒരു മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാം. ഇവിടെ നമ്മുടെ സ്റ്റാർട്ടിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് സ്വിച്ച് തന്നെ ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതിന് പറ്റിയ ഒരു സ്വിച്ച് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പണൻസ് ഇപ്പോൾ ഓൾ എടുക്കാം. സ്വിച്ച് 4 കറക്റ്റ് 4 സ്വിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുമിച്ച്. അപ്പൊ അത് വെച്ചു. അതായത് ഞാൻ ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ 1ാമത്തെ സിഗ്നൽ പോകും, 2 നിൽക്കുമ്പോൾ 2ാമത്തെ സിഗ്നൽ, 3 നിൽക്കുമ്പോൾ 3ാമത്തെ സിഗ്നൽ, 4 നിൽക്കുമ്പോൾ 4ാമത്തെ സിഗ്നൽ. ഇതിന്റെ അണ്ടർലൈൻ പ്രോസസ് എന്തുവാന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ BCD അല്ലെങ്കിൽ ബൈനറി ടു ഡെസിമൽ കൺവേർട്ടർ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാവും. അത് വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. അപ്പൊ ആദ്യമേ ഇതിനും നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കാൻ പോവാം. അതിന് റെഡ് കേബിൾ എടുക്കുന്നു, ഒരെണ്ണത്തിൽ കണക്ട് ചെയ്യുന്നു, നമ്മുടെ പോസിറ്റീവ് കണക്ട് ചെയ്തു. അപ്പോൾ ഒരെണ്ണത്തിന് ഇൻപുട്ടായി. ഇനി ബാക്കി 3 എണ്ണത്തിനും അതേപോലെ ഇൻപുട്ട് കൊടുക്കണം. ഒരു കണക്ഷൻ എടുത്തു, ഇതിലേക്ക് കണക്ട് ചെയ്തു. ഈ കണക്ഷൻ എടുത്തു 3ലേക്ക് കണക്ട് ചെയ്തു. 1 എടുത്തു 2ലേക്ക് കണക്ട് ചെയ്തു. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ 1 ഇവിടെ. അപ്പൊ ഈ 1 എടുത്ത് അവിടെ കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. 1 കൊടുത്തു, 2 എടുത്തു, 2ന് കൊടുത്തു, 2 എടുത്ത് 2ന് കൊടുത്തു. ഇനി 3 എടുത്ത് 3ക്ക് കൊടുത്തു, 4 എടുത്തു, 4
എടുത്ത് 4 കൊടുത്തു. അപ്പം നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ നമ്മൾ സ്റ്റാർട്ട് സിമുലേഷനിലേക്ക് പോകുന്നു. എന്നിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കാൻ പോവുക. പ്രത്യേക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേ ഞെക്കിയതിന് ശേഷം ഈ അനലോഗ് എന്ന് പറഞ്ഞ വാല്യൂ മാറ്റി ആനോഡ് എന്ന് പറഞ്ഞത് മാറ്റി കാഥോഡ് ആക്കുക. എങ്കിൽ മാത്രമേ ഇത് വർക്ക് ആവത്തുള്ളൂ. One second, guys. Sorry, guys. നേരത്തെ പറഞ്ഞില്ലേ ഗ്രൗണ്ട് കൊടുക്കണമെന്ന്. ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെയും കൊടുക്കണം. ഇത്രയും ഗ്രൗണ്ട് കൂടെ കൊടുത്താലേ സർക്യൂട്ട് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പൊ നമുക്ക് അത് കൊടുക്കാം. ഇതെല്ലാം ഗ്രൗണ്ട് ആയതുകൊണ്ട് ഞാൻ ബ്ലാക്ക് കേബിൾ എടുക്കുന്നു. സോറി, സിമുലേഷൻ ഓഫ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബ്ലാക്ക് കേബിൾ വലിക്കുന്നു, കൊണ്ടുവന്ന് നമ്മുടെ ബാറ്ററി കൊടുക്കുന്നു. അടുത്ത ബ്ലാക്ക് കേബിൾ വലിക്കുന്നു, കൊണ്ടുവന്ന് നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്യുന്നു. അടുത്ത ബ്ലാക്ക് കേബിൾ വലിക്കുന്നു, കൊണ്ടുവന്ന് നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്യുന്നു. ഇതെല്ലാം ഗ്രൗണ്ട് ആയതുകൊണ്ട് ആണ് ഞാൻ ബ്ലാക്ക് കേബിൾ ഉപയോഗിച്ചത്. ഇത് നമ്മുടെ സിഗ്നലിന് പോകുന്ന വയറുകളായതുകൊണ്ട് ഞാൻ ഗ്രീൻ കൊടുത്തു. ബാക്കിയെല്ലാം പവർ ആയതുകൊണ്ട് റെഡ് കൊടുത്തു. ഇനി നമുക്ക് സിമുലേറ്റ് ചെയ്ത് നോക്കാം. ഓൺ ആക്കിയപ്പോൾ തന്നെ 0 വന്നു. ഇനി ഞാൻ ഒന്നാമത്തെ ഓൺ ആക്കിയപ്പോൾ 1 വന്നു. ഇനി 1 ഓഫ് ആക്കിയിട്ട് 2 ആക്കുമ്പോൾ 2 വന്നു. പിന്നെ 2ന്റെ കൂടെ 1 കൂടെ കൂട്ടും 3 വന്നു. പിന്നെ 2 ഓഫ് ചെയ്ത് 4 വന്നു, 5 വന്നു, 6 വന്നു, 7 വന്നു, 8 വന്നു, 9 വന്നു. മാക്സിമം 9 വരെ ഉള്ളൂ. 0 to 9 അതായി. അപ്പൊ നമ്മുടെ എക്സ്പെരിമെന്റ് റെഡിയായി, സിമുലേറ്റ് ചെയ്തു. അപ്പൊ നിങ്ങളിത് ഫിസിക്കലി ഇത് ഉണ്ടാക്കാൻ പോവാണെങ്കിൽ 9 വോൾട്ടിന്റെ ഒരു ബാറ്ററി, ഈ IC, ഈ 7 സെഗ്മെന്റ് ഡിസ്പ്ലേ, അതിന്റെ ഡ്രൈവറാണ് ഈ IC CD4511. അതർ വേറെയും IC-കളുണ്ട്. പിന്നെ ഈ 7 സെഗ്മെന്റ് ഡിസ്പ്ലേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് കാഥോഡ് എന്ന് പറയുന്ന ഓപ്ഷനും ആനോഡ് എന്ന് പറയുന്ന ഓപ്ഷനും. ആനോഡ് ഇട്ട് ഇത് പ്രവർത്തിച്ചാൽ ഇത് വർക്ക് ആവത്തില്ല. ഈ സിമുലേഷനിൽ കാഥോഡ് ഉപയോഗിക്കണം. കാരണം അതിന് നമ്മൾ പുൾ അപ്പ് റെസിസ്റ്റർ, പുൾ ഡൗൺ റെസിസ്റ്റർ, ഇത് രണ്ടും എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. PULL പുൾ അപ്പ് റെസിസ്റ്ററും പുൾ ഡൗൺ റെസിസ്റ്റർ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ പഠിച്ചെടുക്കുക. അത് നിങ്ങൾക്ക് പിന്നെ ഫ്യൂച്ചറിൽ ഉപയോഗപ്പെടും. ഇനി ഇത്രയും കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണ്ടുന്ന എന്താണ്, ഈ ഫയല് നിങ്ങൾക്ക് നേരത്തെ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. എങ്കിലും ഞാൻ അതിന്റെ ലിങ്ക് ഇട്ടേക്കാം. നിങ്ങൾ ഇതേപോലെ ചെയ്താൽ അത് വർക്ക് ആയിക്കോളും. പക്ഷെ ഉപയോഗിക്കുന്ന 7 സെഗ്മെന്റ് ഡിസ്പ്ലേ അത് ആനോഡാണോ കാഥോഡാണോ നോക്കണം. ഇനി നമുക്ക് BCDയിലോട്ട് കിടക്കാം. എങ്ങനെ നമ്മൾ ഈ കൊടുത്ത ഇൻപുട്ടുകൾ എങ്ങനെ അത് 7 സെഗ്മെന്റിൽ 0 തൊട്ട് 9 വരെ പോയി എന്ന് നോക്കാം. BCD to 7 segment BCD to വേണ്ടപ്പെട്ട അങ്ങനെയല്ല, BCD to decimal converter. അത് BCDയിലേക്ക് പോകുന്നു. ആദ്യം ഞാൻ എന്താ ചെയ്തത്, 3 0 1 9. ഇപ്പൊ 0 0 0 1 അതിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ അതിന്റെ സെഗ്മെന്റിലും 1 ആണ് കണ്ടത്. ഇനി 0.010. അപ്പൊ നമുക്ക് 2 ആണ് ഔട്ട്പുട്ട് സെഗ്മെന്റ് കിട്ടിയ. അപ്പൊ ഇവിടെ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോ എത്രയായി? 2. ശരിയാണ്. ഇനി 0011. അപ്പൊ എനിക്ക് 7 സെഗ്മെന്റ് കിട്ടിയത് 3 ആണ്. അപ്പൊ ഇവിടെ എന്താന്ന് നോക്കാം, 3 ആണ്, കറക്റ്റ് ആണ്. ഇനി നമ്മൾ 100. നമ്മളവിടെ 4 സ്വിച്ചുകൾ, 4 ബൈനറി കൺവേർട്ടഡ്
ഡെസിമലിന്റെ 4 ബിറ്റായിട്ടാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിപ്പോ എത്ര കിട്ടും നോക്കാം. 4. ഈ 0.1 ആക്കുമ്പോ 5 വരണം. ഓക്കെ, 5 വന്നു. ഇനി 6 വരണം. 6 വന്നു. 7 വരണം. 7 വന്നു. ഇനി 8 വരണം. 8 വന്നു. ഇനി 7 സെഗ്മെന്റേ ഉള്ളൂ, അതുകൊണ്ട് 9 വരെ മാക്സിമം പോകത്തുള്ളൂ. 9 വന്ന് കറക്റ്റായി. അപ്പൊ ഈ സർക്യൂട്ട് സക്സസ്ഫുൾ ആണ്. ഇനി ഇത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കാം. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ സ്വിച്ച് അങ്ങ് ഒഴിവാക്കും. സ്വിച്ച് ഒഴിവാക്കിയിട്ട് ഒരു മൈക്രോ കൺട്രോളറിനെ പ്രോഗ്രാം ചെയ്യിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി 0 1 2 3 4 5 6 7 8 9 0 1 2 3 അങ്ങനെ കണ്ടിന്യൂ ചെയ്യിക്കുന്ന ഒരു പ്രോഗ്രാമുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ സൈറ്റിന്റെ പേര് മറക്കില്ല, ടിങ്കർകാഡ്, TINKER, ടിങ്കർകാഡ്. ഓക്കെ, താങ്ക് യു.